ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിലുള്ള അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു പായസം കൂടിയിട്ടല്ലേ ഈ ഒരു അടപ്രഥമൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കാം എന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കണക്കായി മുന്നേറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ സൂരജിൻ്റെ റൈസ് അടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാമിൻ്റെ അടയാണ്. ഈ ഒരു അട മുഴുവനായിട്ട് ഞാൻ പായസം വെക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള അടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ സൈസിലുള്ള അടയും നമുക്ക് കിട്ടും. പിന്നെ ബ്രൗൺ കളറിലുള്ള അടയും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളറുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു അട ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അട വേവിച്ചിട്ടെടുക്കാനായിട്ട് 1 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അട ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതേ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു അട നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അരമണിക്കൂറിന് ശേഷം അതേ അടക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ ഇത് വെന്തോന്ന്. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണ ആ ഒരു അടയുടെ കവറിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അത് എങ്ങനെയാണ് വേവിച്ചിട്ടെടുക്കുകയെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അട വേവിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൽ ഒത്തിരി കഞ്ഞിപ്പശൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മളിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. വെറുതെ ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കൈ വെച്ചിട്ട് തിരുമ്മി കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 450 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇതേ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഉരുളിക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന 450 ഗ്രാം ശർക്കര ഈ ഒരു പായസത്തിന് കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 500 ഗ്രാമോളം ശർക്കര ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അതേ ശർക്കരപ്പാനിയൊക്കെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ ആ ഒരു അഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റാം. ഇനി ഈ ഒരു ശർക്കരപ്പാനി നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ അതേ ശർക്കരപ്പാനിയൊക്കെ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം. ഈ ഒരു അട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അടയിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ ഒരു ശർക്കരപ്പാനി വീണ്ടും ഒന്നും കൂടെ ലൂസാവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു അട ശർക്കരപ്പാനിയിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അട നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഈ ഒരു ശർക്കരപ്പാനിലോട്ട് നമ്മൾ അട ചേർത്ത് കൊടുക്കാവൂ. അതല്ല വേവാത്ത അടയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അട ഒട്ടും വെന്തിട്ടൊന്നും കിട്ടില്ല. ഇങ്ങനെ കല്ലിച്ചിട്ടൊക്കെ കിടക്കുള്ളൂ. ഇതിപ്പോൾ വീണ്ടും ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു അടയിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അട കഴിക്കുന്ന സമയത്ത് നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നെയ്യൊക്കെ ചേർത്ത് കൊടുത്താലാണ് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഒരു പായസത്തിന്. ഇപ്പോൾ ചിലർക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ നല്ലോണം തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. തേങ്ങയുടെ 2ാം പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ഗ്ലാസ് 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 തേങ്ങയുടെ പാലാണ് കേട്ടോ ഈ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ 1ാം പാലും 2ാം പാലും മാത്രമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2ാം പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോരുത്, വളരെ കുറച്ച് മാത്രം മതി. നമ്മളുടെ ഒരു പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചെറിയ ജീരകമല്ലേ അത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകമൊന്നും ചേർത്ത് കൊടുക്കണില്ല.
ഇപ്പോൾ ഇതേ തേങ്ങയുടെ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നല്ലോണം തന്നെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ ഒന്നാം പാൽ 1.25 ഗ്ലാസ്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഒഴിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി 3/4 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കുകയാണ്. തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരുപാട് നേരം തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. പക്ഷെ അതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കുടിക്കാൻ പാകത്തിന് തന്നെ തിക്കായിട്ടൊക്കെ കിട്ടും. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അടപ്രഥമൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്